9th standard unit prism textbook page number 200 answers ആണ് ഇവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ question, the base of a square prism is an equilateral triangle of perimeter 18 cm and height is 5 cm. calculate its volume. സ്ക്വയർ പ്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് സ്ക്വയറിൻ്റെ ഷേപ്പ് ഉള്ളത്, ട്രയാങ്കുലർ പ്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ ഫേസ് ഉള്ളത്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഈക്വലേറ്ററൽ ട്രയാങ്കുലർ പ്രിസം എന്നാണ്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഷേപ്പ് എന്താണ്? ഈക്വലേറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കണം. ഇതിൻ്റെ ആൻസർ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സെക്ഷൻ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്നത് പെരിമീറ്റർ 18 എന്നാണ്. അപ്പോൾ സൈഡ് എന്ന് പറയുന്നത് ഈക്വൽ ട്രയാങ്കിൾ 3 സൈഡും സെയിം ആണ്. പെരിമീറ്റർ 18 എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈഡ് 6 ആയിരിക്കും. 6 + 6 + 6 ആണ് 18 വരിക. അപ്പോൾ എല്ലാ സൈഡും സെയിം ആയതുകൊണ്ട് നമ്മൾ 18നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഹൈറ്റ് 5. വോളിയം കാണാനുള്ള ഇക്വേഷൻ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഏരിയ √3/4 a²h. ഈക്വലേറ്റർ ട്രയാങ്കിളിൻ്റെതാണ് അത്. ബേസ് ഏരിയ √3/4 a² ആണ്. പിന്നെ ഹൈറ്റിൻ്റെ എച്ചും. അങ്ങനെയാണ് ഇക്വേഷൻ വരിക. അപ്പോൾ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ √3/4 6² × 5 വരും. √3/4 6² നമുക്ക് 36 എന്നാക്കി മാറ്റാം. 36 × 5 എന്ന് വരും. ഇനി 4 36ൽ 9 ടൈംസ് 9 5s are 45. 45 √3 ആണ് ആൻസർ വരിക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ബേസ് ഓഫ് എ പ്രിസം ഈസ് എൻ ട്രയാങ്കിൾ of sides 13, 14 and 15 centimeters and its height is 20 centimeters. Calculate its volume. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് സ്കെലീൻ ട്രയാങ്കിൾ ആണ് അല്ലേ. എല്ലാ സൈഡും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫേസ് ഉള്ള ഒരു പ്രിസമാണ്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മളെ സൈഡ് ഇത് കാണാൻ എസ് കണ്ടുപിടിക്കാം. ഹെറോൺസ് ഇക്വേഷൻ ഇൻറ്റു ഹൈറ്റ് ആണ് ആൻസർ വരിക. എല്ലാ സൈഡും വ്യത്യസ്തമായി കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ കാണേണ്ട ഇക്വേഷൻ √S × S - A × S - B × S - C ആണ്. അതിനാദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് S ആണ്. S = 13, 14, 15/2. അതിൻ്റെ ആൻസർ 21 കിട്ടും. ഹൈറ്റ് തന്നിട്ടുണ്ട് 20 എന്ന് പറഞ്ഞിട്ട്. വോളിയം കാണാനുള്ള ഇക്വേഷൻ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ എല്ലാ സൈഡും വ്യത്യസ്തം. നേരത്തെ നമുക്ക് ഈക്വൽ ട്രയാങ്കിൾ ആയതുകൊണ്ടാണ് √3/4 a² വന്നത്. ഇവിടെ ഇപ്പോൾ സൈഡ് എല്ലാം ഡിഫറെൻ്റ് ആയതുകൊണ്ട് ബേസ് ഏരിയൻ്റെ ഇക്വേഷൻ √S × S - A × S - B × S - C വരും. പിന്നെ അതിൻ്റെ കൂടെ ഹൈറ്റും കൂടെ ഇൻറ്റു ചെയ്യാം. അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 21 × 21 - 13, 21 - 14, 21 - 15 എന്ന് വരും. 21 × 21 13 - ചെയ്താൽ 8 ആണ്. 8 × 7 × 6 എന്ന് വരും. ഇൻറ്റു ഈ 20 നമ്മുടെ റൂട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം ഏരിയ കാണാൻ വേണ്ടി മാത്രമേ റൂട്ടുള്ളൂ. ഇത് ഇൻറ്റു h ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്ത് റൂട്ട് കാണലാണ്. പക്ഷേ അത് നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ വീഡിയോയിൽ നമ്മൾ ഏരിയ കാണുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി ഇൻറ്റു ചെയ്ത് റൂട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വിഷമമാണ് വലിയ നമ്പറിൻ്റെ റൂട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന നമ്പേഴ്സിനെ ഫാക്ടേഴ്സാക്കി മാറ്റാം. അപ്പം 21ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 3 7 ആണ്, അല്ലെങ്കിൽ 7 3. 3ഉം 7ഉം ആണ് ഫാക്ടേഴ്സ് വരിക. 8 എന്ന് പറയുമ്പോൾ 4 × 2 ആണ്. ഇതാണ് 4 × 2 ആണ്. പക്ഷേ 4 എന്ന് പറഞ്ഞാൽ 2 × 2 ആണ്. അപ്പോൾ അത് 3 8 വരും. പിന്നെ 6 2 × 3 വരും. 7ന് മാറ്റമൊന്നുമില്ല. 7 പ്രൈം നമ്പറാണ്. 7ൻ്റെ ഫാക്ടേഴ്സ് 1 × 7 ആണ്. വേറെ ഒന്നുമില്ല. അപ്പോൾ പിന്നെ 7 തന്നെ എഴുതി വെച്ചാൽ മതി. 6ൻ്റെ 2 × 3 എന്ന് എഴുതാം. പിന്നെ ഇൻറ്റു h. അതിൽ 3 ഇവിടെയുണ്ട്, 3 ഇവിടെയുണ്ട്. ഒരു 3 എടുക്കും പുറത്തേക്ക്. 7 ഇവിടെയുണ്ട്, 7 ഇവിടെയുണ്ട്. ഒരു 7 പുറത്തേക്ക് എടുക്കും. 1 2 3 4 2s ഉണ്ട്. 2 2 എടുക്കും പുറത്തേക്ക്. പിന്നെ ഇൻറ്റു 20. എല്ലാം കൂടി ഇൻറ്റു ചെയ്താൽ 1680 ആണ് ആൻസർ വരിക. അപ്പോൾ അതിൻ്റെ വോളിയം 1680 cm³ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. There is an hexagonal pit in the school ground to collect rainwater. Each side of the hexagon is 2 meters and the depth of the pit is 3 meters. It now contains water 1 meter deep. How much liters is this? How much more liters can it contain? ക്വസ്റ്റ്യനിൽ നോക്കുക. ഹെക്സഗണൽ പ്രിസത്തിൻ്റെ ടൈപ്പുള്ള ഒരു പിറ്റ് മഴക്കുഴി കുഴിച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിൽ. അപ്പോൾ അതിൻ്റെ സൈഡ് എന്ന് പറയുന്നതൊക്കെ 2 മീറ്റർ ആണ്.
പിന്നെ അവിടെ ഒരു കാര്യം പറയുന്നത് അതിന് 3 മീറ്റർ ഉയരമുണ്ട്, പക്ഷെ ഇപ്പോൾ വെള്ളമുള്ളത് 1 മീറ്റർ ഡീപ്പിൽ മാത്രമാണ്. അപ്പോൾ ഇപ്പോഴെത്രയാണ് വെള്ളം ഉള്ളത്, ഇനി എത്രയും കൂടെ വെള്ളം അതിൽ കൊള്ളും. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെക്സഗണൽ പ്രിസം. ഈ ഒരു ടൈപ്പിലുള്ള ഇതാണ് പിറ്റാണിത്, മഴക്കുഴിയാണിത്. വാട്ടർ ഇൻ ദ ടാങ്ക്, വാട്ടർ ഇൻ ദ പിറ്റ് എന്നൊക്കെ എഴുതാം. അപ്പോൾ ഇവിടെ നമുക്കതിൻ്റെ ലെങ്ത്ത് പറഞ്ഞിട്ടുള്ളത് 2 ആണ്. ഹൈറ്റ് 3 മീറ്ററാണ്. ഹൈറ്റ് 3 മീറ്റർ ആണെങ്കിലും ഇവിടെ 1 മീറ്റർ ലെങ്ത്തിൽ മാത്രമേ അതിൽ വെള്ളമുള്ളൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് എത്ര വെള്ളം ഉണ്ട് എന്നാണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഷേപ്പ് ഹെക്സഗണൽ പ്രിസാണ്. അപ്പോൾ ഹെക്സഗണൽ ഷേപ്പിലായതുകൊണ്ട് അതിൻ്റെ വോളിയം കാണാൻ വേണ്ടിയിട്ട് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് തന്നെയാണ് ഇക്വേഷൻ. പക്ഷേ ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ ഹെക്സഗണിൻ്റെ ഏരിയ 6√3/4 A² വരും. പിന്നെ ഇൻറ്റു എച്ചും കൂടെ വരും. ഓർമ്മിക്കേണ്ട കാര്യം ഇവിടെ ഇപ്പോൾ എച്ച് നമ്മൾ 1 മാത്രമേ എടുക്കാവൂ. എത്രയാണോ വെള്ളമുള്ളത് അത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ 6√3/4 A² എന്ന് പറയുമ്പോൾ 2² ഇൻറ്റു എച്ച് എന്ന് പറയുമ്പോൾ 1 വരും. അപ്പോൾ 6√3/4 A² എന്ന് പറയുമ്പോൾ 2² ഇൻറ്റു 1. ഈ 2² 4 ആണ്. ഈ 4ഉം കട്ടാവും. പിന്നെ 6√3 ആണ് ആൻസർ വരിക. പിന്നെ ഇൻറ്റു 1 ആണ്. അപ്പോൾ 6√3 തന്നെ. അതിൽ 6 ഇൻറ്റു 1.73 6 ഇൻറ്റു 1.73 ഇൻറ്റു ചെയ്യാം. 6 ഇൻറ്റു 1.73 √3ൻ്റെ വാല്യൂ 1.73 ഇൻറ്റു ചെയ്താൽ 10.38 ആണ് കിട്ടുക. നമ്മൾ എന്ത് ചെയ്യണം, അത് 38 കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് മീറ്റർ ക്യൂബിലാണ് കിട്ടുക. നമ്മുടെ ഈ ആൻസർ മീറ്റർ ക്യൂബ് 10.38 മീറ്റർ ക്യൂബിലാണ് കിട്ടുക. 10.38 മീറ്റർ ക്യൂബിൽ. നമ്മളിനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇൻറ്റു 1000 എന്ന് ചെയ്യാം. ഇൻറ്റു 1000. അപ്പോൾ ഇൻറ്റു 1000 എന്ന് ചെയ്യുന്ന സമയത്ത് 10.38 എന്നുള്ളത് 1038 വരും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, 1000 ആയതുകൊണ്ട് ഒരു 0 ബാക്കിയുണ്ട്. ആ 0 ഇട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു 0 എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഓർമ്മിക്കേണ്ടത് മീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കുമ്പോൾ 1000 കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇൻറ്റു 1000 എന്ന് പറയുമ്പോൾ 100 ആകുമ്പം ഈ പോയിൻ്റ് പോകും. 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പം ഈ പോയിൻ്റ് ഇവിടെ എത്തും. 100 കൊണ്ടാകുമ്പോൾ ഈ പോയിൻ്റ് ഇവിടെ എത്തും. 1000 ആകുമ്പോൾ ഒരു 0 കൂടെ എക്സ്ട്രാ വരും. ഇനി നമ്മളോട് ചോദിക്കുന്നത് മോർ വാട്ടർ ടു ഫിൽ ദ ടാങ്ക് ആണ്. അതിന് എത്രയും കൂടെ നമുക്ക് ഫില്ല് ചെയ്യണം, ടാങ്കിൽ ഫില്ല് ചെയ്യാൻ എത്രയും കൂടെ വെള്ളം വേണം. ഇപ്പോൾ 1 മീറ്റർ ഉയരത്തിലുള്ളത്. ഇനിയിപ്പോൾ ടോട്ടൽ ആവാൻ വേണ്ടിയിട്ട് 2 മീറ്ററും കൂടെ ഉയരം വേണം അല്ലേ. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ 3 മീറ്ററാണ്. ഇപ്പോൾ ഉള്ളത് 1 മീറ്ററാണ്. ഇനി 2 മീറ്ററും കൂടി ഉണ്ട്. അപ്പോൾ ഈ 2 മീറ്ററും കൂടെ വേണ്ടത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് 1 മീറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 മീറ്റർ ഉണ്ടാകുമ്പോൾ 1 മീറ്ററിൻ്റെ ഇത് 2 മീറ്റർ ആകുമ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻറ്റു 2 ചെയ്താൽ മതി. അപ്പോൾ 20,760 ലിറ്ററാണ് ഇനി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടുന്നത്. എ ഹോളോ പ്രിസം വിത്ത് ബേസ് എ സ്ക്വയർ ഓഫ് സൈഡ് 16 centimeter contains water 10 centimeter high. If a cube of edges 8 centimeter is immersed in it, by how much would the water level rise? നമുക്കറിയാം, ഒരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം എടുത്ത് അതിലൊരു കല്ലിട്ട് കഴിഞ്ഞാൽ കല്ലിൻ്റെ ആ വെയിറ്റിനനുസരിച്ചിട്ട് എന്താവും, വെള്ളം പൊങ്ങും. പണ്ടൊരു കഥ കേട്ടിട്ടില്ലേ നമ്മൾ, കാക്ക വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കല്ല് കൊണ്ടുപോയിട്ട് പോട്ടിലിട്ട ഒരു കഥയുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ പറയുന്നത് ഒരു സ്ക്വയർ പ്രിസം, അതിൽ 10 centimeter ഹൈറ്റിലാണ് വെള്ളം ഉള്ളത്. അതിനകത്തൊരു ക്യൂബ് ഇട്ടു. ക്യൂബിൻ്റെ ലെങ്ത്ത് പറയുന്നത്, ഹൈറ്റ് ബ്രെഡ്ത്ത് എല്ലാം സെയിം ആണല്ലേ, അത് 8 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്വയർ പ്രിസം എന്ന് പറയുന്നത്. അതിനകത്തൊരു ക്യൂബ് ഇട്ടിട്ടുണ്ട്. ക്യൂബിൻ്റെത് 8 ആണ് അതിൻ്റെ ലെങ്ത്ത് വരിക. ടോട്ടൽ നമ്മുടെ 10 centimeter ഇതിലാണ് വെള്ളം ഉള്ളത്. അപ്പോൾ ഈ നിങ്ങൾ ഒരിക്കൽ നമ്മൾ ഇതിടുന്ന സമയത്ത് കുറച്ചും കൂടെ മേലോട്ടേക്ക് പൊങ്ങും വെള്ളം. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഹൈറ്റിൽ പൊങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും പൊങ്ങിയിട്ടുണ്ട്, ഈ വെള്ളം ഇത്രയും പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പൊങ്ങിയത് നമ്മൾ എച്ച് എന്ന് സൂചിപ്പിക്കും. നമ്മളോട് ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തിട്ടപ്പോൾ എത്ര ഹൈറ്റിലാണ് വെള്ളം പൊങ്ങിയിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഈ ഹൈറ്റേ കാണുന്നുണ്ടോ. അപ്പോൾ ഈ ഹൈറ്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ബേസ് ഏരിയൻ്റെ ഹൈറ്റ് തന്നെയാണ് വോളിയം ഓഫ് റേസ്ഡ് വാട്ടർ. അതായത് ഈ നമ്മൾ ഇട്ടപ്പോൾ ഉള്ള ഉയർന്ന ജലനിരപ്പത്തിൻ്റെ വ്യാപ്തമാണ് കാണേണ്ടത്. എത്രയാണോ അതിൻ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വോളിയം ഓഫ് ക്യൂബ് ആയിരിക്കും. അത് തന്നെയായിരിക്കും ക്യൂബിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. നമ്മൾ എത്രയാണോ നമ്മുടെ വെള്ളം ഉയർന്നിട്ടുള്ള അതിൻ്റെ വോളിയവും നമ്മുടെ ഈ സാധനത്തിൻ്റെ വെയിറ്റും രണ്ടും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ A²H. അപ്പോൾ ഇതിൻ്റെ എ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡാണ്, സ്ക്വയർ പ്രിസത്തിൻ്റെ സൈഡാണ്.
ഇനി വോളിയം ഓഫ് ക്യൂബ് എന്ന് പറഞ്ഞാൽ ക്യൂബിൻ്റെ എ എന്ന് പറഞ്ഞാൽ ഈ 8 ആണ് വരിക. അപ്പോൾ 16 സ്ക്വയർ എച്ച് ഈക്വൽ ടു 8 ക്യൂബ്. എച്ച് കാണുമ്പോൾ 8 ക്യൂബ് ബൈ 16 സ്ക്വയർ എന്ന് വരും. 8 ക്യൂബിന് 8 ഇൻറ്റു 8 ഇൻറ്റു 8 എന്ന് എഴുതും. 16 സ്ക്വയറിന് 16 ഇൻറ്റു 16 എന്ന് എഴുതും. ഇനി 8 16ൽ 2 ടൈംസ് 8 16ൽ 2 ടൈംസ് 8/4 കിട്ടും. അങ്ങനെ 2 ആണ് ആൻസർ വരിക. അപ്പോൾ എച്ച് എന്ന് പറയുന്ന ആൻസർ എന്താ കിട്ടുക? 2 സെൻറ്റിമീറ്റർ. അപ്പോൾ 10 സെൻറ്റിമീറ്ററുള്ള വെള്ളം ഈ 8 സെൻറ്റിമീറ്ററുള്ള ക്യൂബ് ഇട്ടപ്പോൾ എന്തായി? 2 സെൻറ്റിമീറ്റർ ഉയരത്തിൽ പൊങ്ങി. A rectangular block of metal has edges of length 6 cm, 9 cm and 15 cm. If it is melted and recast into identical cubes of side 3 cm, how many cubes would be get? അപ്പോൾ ഒരു ക്യൂബിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 3 ആണ്. റെക്റ്റാങ്കുലർ ബ്ലോക്ക് കൊണ്ട് എന്ത് ചെയ്യുന്നു? അത് കട്ട് ചെയ്തിട്ട് ക്യൂബാക്കി മാറ്റുന്നു. നമ്മൾ എന്ത് ചെയ്താൽ മതി? വലുതിൻ്റെ വോളിയത്തിന് ചെറുതിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമ്പർ ഓഫ് ക്യൂബ്സ് ഈക്വൽ ടു വോളിയം ഓഫ് റെക്റ്റാങ്കുലർ ബ്ലോക്ക് ബൈ വോളിയം ഓഫ് ക്യൂബ്. റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെത് നമുക്കറിയാം ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ഏരിയ കാണാൻ ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതിൻ്റെ കൂടെ ഹൈറ്റും കൂടി ഇൻറ്റു ചെയ്താൽ മതി. വോളിയം ഓഫ് ക്യൂബ് എന്ന് പറയുന്നത് എ ക്യൂബ്. അതിൻ്റെ മെഷർമെൻറ്റ് ഇട്ട് കൊടുക്കുക. 6 ഇൻറ്റു 9 ഇൻറ്റു 15. ഇവിടെ ഇപ്പം 3 6/3 എന്ന് പറയുമ്പോൾ ഇവിടെ 2 വരും. 3 3s are 9 വരും. പിന്നെ 3 5s are 15 വരും. അപ്പോൾ നമ്മുടെ ആൻസർ 2 ഇൻറ്റു 3 ഇൻറ്റു 5. 2 ഇൻറ്റു 3 ഇൻറ്റു 5 30 ആണ് ആൻസർ വരിക. അപ്പോൾ അതിനെ കൊണ്ട് 30 കുഞ്ഞ് ക്യൂബുകൾ ഉണ്ടാക്കാം. ദ ബേസ് ഓഫ് പ്രിസം ഈസ് എ സ്ക്വയർ ഓഫ് സൈഡ് 6 cm and its height is 10 cm. What is its volume? What is the maximum volume of a rectangular prism cut from it? അപ്പോൾ ഇതിനകത്ത് നിന്ന് ചെത്തി ഉണ്ടാക്കാൻ പറ്റുന്ന, അതായത് നമുക്ക് എന്തുണ്ട്? ഒരു സ്ക്വയർ പ്രിസം ഉണ്ട്. ആ സ്ക്വയർ പ്രിസത്തിൻ്റെ അകത്ത് നിന്ന് മാക്സിമം എടുക്കാൻ പറ്റുന്ന ട്രയാങ്കുലർ പ്രിസത്തിൻ്റെ വോളിയം എന്താണെന്ന ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ബുക്കിൽ ഒരു റെക്റ്റാങ്കുലർ പ്രിസത്തിൻ്റെ ഒരു പിക്ചർ ഉണ്ട്. അത് 2 ട്രയാങ്കുലർ പ്രിസം മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? ഇതുണ്ടാക്കാൻ പറ്റും. അതായത് ഇതിൻ്റെ ഈ മൂലക്കെ കൂടി മുറിച്ചാലാണ് എന്താവുക? 2 റെക്റ്റാങ്കിൾ ആവുക, 2 ട്രയാങ്കിളായിട്ട് മാറുക. അല്ലെങ്കിൽ 2 ട്രയാങ്കിൾ ജോയിൻ ചെയ്താൽ എന്ത് കിട്ടും? റെക്റ്റാങ്കിൾ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ സ്ക്വയർ പീസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നടുക്കേ കൂടി മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്താണ്? ഒരു ട്രയാങ്കുലർ പീസാണ്. അങ്ങനെ മാത്രമേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റൂ. ഈ ഡയഗണലിൽ നിന്ന് ഇങ്ങനെ മൂലക്കേ കൂടി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ എന്ത് കണ്ടാൽ മതി? ഈ ക്വസ്റ്റ്യനിൽ സ്ക്വയർ പീസത്തിൻ്റെ വോളിയം കണ്ടിട്ട് അതിനെ നേരെ പകുതിയാക്കിയാൽ മതി. വോളിയത്തിൻ്റെ പകുതി എഴുതിയാൽ മതി. വോളിയം ഓഫ് സ്ക്വയർ പീസ് എന്ന് പറയുന്നത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. എ സ്ക്വയർ എച്ച്. 6 സ്ക്വയർ ഇൻറ്റു 10 വരും. 36 ഇൻറ്റു 10 360 ആണ് അതിൻ്റെ വോളിയം വരിക. അപ്പോൾ വോളിയം ഓഫ് ട്രയാങ്കുലർ പ്രിസം എന്ന് പറയുമ്പോൾ അതിന് നേരെ പകുതി. അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരിക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് 200 പേജിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും വരേക്കും. ബായ്.